ഇവിടെ ചിത്രത്തിൽ ഒരു ഫേസ് റെഡ് കളറിലും ന്യൂട്രൽ ബ്ലൂ കളറിലും തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫേസ് ആദ്യം തന്നെ ചെന്ന് പോകുന്നത് സ്റ്റോപ്പ് ബട്ടന്റെ ഇൻപുട്ടിലോട്ടാണ്. സ്റ്റോപ്പ് ബട്ടന്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഓൺ ബട്ടന്റെ ഇൻപുട്ടിലോട്ട് പോകുന്നുണ്ട്. ഓൺ ബട്ടന്റെ ഔട്ട്പുട്ടിൽ നിന്ന് A2 പോകുന്നുണ്ട്. അപ്പോൾ ഇതിനു മുമ്പുള്ള ഒരു വീഡിയോയിൽ ഞാൻ ഓഫ് ബട്ടണും ഓൺ ബട്ടണും എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഒന്നും കൂടി പറയാണ്. ഓഫ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ കണക്ഷൻ നോർമലി ഓപ്പൺ ആകും. ആദ്യം നിലവിലുള്ളത് നോർമലി ക്ലോസ്ഡ് ആണ്. അപ്പം പ്രസ് ചെയ്യുമ്പോൾ നോർമലി ഓപ്പൺ ആകും. ഇവിടെ ഓൾറെഡി ഇവിടെ നോർമലി ഓപ്പൺ ആയിരിക്കും. പ്രസ് ചെയ്യുമ്പോൾ നോർമലി ക്ലോസ്ഡ് ആകും. അപ്പൊ നോർമലി ഓപ്പൺ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങോട്ട് കടത്തി വിടില്ല ഓപ്പൺ ആണെങ്കിൽ. ഇനി ക്ലോസ്ഡ് ആണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട് ഓൾറെഡി കടത്തി വിട്ടിട്ടുണ്ടാവും. ഇത് ഇവിടുന്ന് പ്രസ് ചെയ്യുന്ന സമയത്ത് ഫേസ് ലൈൻ എന്ത് വരും? ഈ A2 വരും. അപ്പോൾ പ്രസ് ചെയ്ത് കൈ എടുക്കുമ്പോൾ ഈ A2 വന്ന സപ്ലൈ പോവുകയും ചെയ്യും. അപ്പോൾ ഈ പ്രസ് ചെയ്ത ഫേസിനെ അവിടെ പിടിച്ചു നിർത്തണം. അതിന് ഇതിന്റെ ബാക്കിൽ നിന്ന്, അതായത് ഇവിടെ നോർമലി ക്ലോസ്ഡ് ആയതുകൊണ്ട് ഇവിടെ വരെ സർക്യൂട്ട് ഉണ്ടാവുമല്ലോ. ഈ സർക്യൂട്ടിന്റെ ബാക്കിൽ നിന്ന് ഇവിടുന്നോ ഒരു കണക്ഷൻ എടുത്ത് ഹോൾഡിങ്ങിലോട്ട് കൊടുത്തിട്ടുണ്ട്. അത് ബൈപ്പാസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടുത്തെ കോണ്ടാക്ടറിന്റെ NO പോയിന്റിലോട്ട് കൊടുത്തിട്ടുണ്ട്. എന്നോട് ഔട്ട് എടുത്തിട്ട് A2 കൊടുത്തിട്ടുണ്ട്. A2 കൊടുത്തതോട് കൂടി ന്യൂട്രൽ ഇവിടെ A1 വന്നതോടുകൂടി ഇത് ഈ പ്രസ് ചെയ്യുന്ന സമയത്ത് കോണ്ടാക്ടർ വർക്ക് ചെയ്യും. എങ്ങനെയെന്നല്ലേ, അതായത് കോണ്ടാക്ടർ പിടിക്കാന് A2 അതോ A1 പൊളാരിറ്റി മാറിയാൽ പ്രശ്നമില്ല. ഇവിടെ ഒരു ന്യൂട്രൽ ആവശ്യമാണ്. ഇവിടെ ന്യൂട്രൽ വന്നതോടുകൂടി പിന്നെ A2 ഫേസ് വന്നാൽ കോണ്ടാക്ടർ പിടിക്കും. അപ്പോൾ ഇവിടെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ കോണ്ടാക്ട് പിടിക്കും. അപ്പോൾ കോണ്ടാക്ട് പിടിക്കുന്ന സമയത്ത് ഇവിടെ NO എന്ന് കൊടുത്തത് NC ആകും, നോർമലി ക്ലോസ്ഡ് ആകും. അപ്പം ബൈപ്പാസ് ചെന്ന് ഇതിൽ പോയി A2 ബൈപ്പാസ് ചെയ്തിട്ടുണ്ടാവും. ആ പ്രസ് ചെയ്യുന്ന ആ സമയത്തോടു കൂടി ഇതെല്ലാം നടക്കും, പെട്ടെന്ന് തന്നെ നടക്കും. പ്രസ് ചെയ്യുന്ന സമയത്ത് ഇവിടെ NO NC ആയി മാറി ബൈപ്പാസ് ഇതിൽ വന്ന് A2 ഫേസ് സപ്ലൈ ഇതിന്റെ പിറകിലൂടെ കയറി ഇതിലൂടെ കയറി ഇവിടെ എത്തും. പിന്നെ ഇത് കൈ എടുത്താലും ഇവിടുത്തെ സർക്യൂട്ട് കട്ടായാലും, കൈ എടുക്കുമ്പോൾ ഈ സർക്യൂട്ട് കട്ടാവുമല്ലോ, ഇതിലൂടെ കയറി ഇവിടെ എത്തി നിൽക്കുന്നുണ്ടാവും. അത് പോകണമെന്നുണ്ടെങ്കിൽ ഈ ഓഫ് ബട്ടൺ നിൽക്കുമ്പോഴേ അത് ഈ ബ്ലൂ ലൈൻ ക്യാൻസൽ ആവുള്ളൂ. ഈ ബ്ലൂ ലൈൻ ക്യാൻസൽ ആവണമെങ്കിൽ ഓഫ് ബട്ടൺ നിൽക്കണം. പിന്നീട് അത് ബ്ലൂ ലൈനിലൂടെ വീണ്ടും ആ സർക്യൂട്ട് പാസ് ചെയ്യണമെങ്കിൽ ഓൺ ബട്ടൺ നെക്കിയിട്ട് വീണ്ടും ആ പ്രക്രിയ നടക്കണം. അതായത് കോണ്ടാക്ടർ ഓൺ ആവണം. കോണ്ടാക്ടർ ഓൺ ആകുമ്പോഴാണല്ലോ ഇവിടുത്തെ NO NC ആയി മാറുക. അപ്പോൾ ഇതാണ് ഒരു കൺട്രോളിങ് വയറിങ്ങിന്റെ ബേസ്. അതായത് മോട്ടോർ വർക്ക് ചെയ്യേണ്ട ഡെൽറ്റ കണക്ഷന് മോട്ടോർ വർക്ക് ചെയ്യാനുള്ള ഒരു ബേസ് കൺട്രോൾ സർക്യൂട്ടാണിത്. അപ്പോൾ ഇതിന്റെ ബാക്കി തുടർച്ച അടുത്ത വീഡിയോ കാണാം.